പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 6ാം ക്ലാസ്സിലെ വഴികാട്ടി വർക്ക്ഷീറ്റിൻ്റെ സഹായക വീഡിയോ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവരും ചെയ്ത് സമർപ്പിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്തിരുന്നത് 1ാമത്തെ യൂണിറ്റ് പാലേം പോസെ എന്നതിലെ പാഠഭാഗങ്ങളാണ്. ദൂത് കി തര എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാം. സർഗർമി जानवरों को रंग भरिए और उनके नाम लिखिए. താഴെ കുറച്ച് ജാൻവറുകളുടെ പേര് നൽകിയിട്ടുണ്ട്. ആ ജാൻവറുകൾക്ക് രംഗ് ഭരിയെ നിറം കൊടുക്കുക. और उनके नाम लिखिए പേര് എഴുതാനുള്ള വളരെ സിമ്പിളായ ഒരു പ്രവർത്തനമാണ്. അത് താഴെയുള്ള ജാൻവർ ഏതെല്ലാം എന്ന് നോക്കാം. ഇവിടെ പേര് തന്നിട്ടുണ്ട് ബക്കരി. ഇത് ആടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആടിനുള്ള നിറം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, വർക്ക്ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്കെച്ച് കളറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കളറ് അപ്പുറത്തെ പേജിലേക്കൊക്കെ മാറി വരും. അതുകൊണ്ട് കഴിയുന്നതും മെഴുക് കളറ് പോലെയുള്ളവ ക്രയോൺ കളറൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തത് ഇതെന്താണ്? മുയലാണല്ലേ. മുയലിന് ഉറുദുവിൽ ഖർഗോഷ് എന്നാണ് പറയുക. എന്താണ് പറയുക? ഖർഗോഷ് എന്നാണ് പറയുക. ഖർഗോഷ് എന്ന് പറഞ്ഞാൽ മുയൽ. ഇനി മൂന്നാമത്തത് കുത്ത അല്ലേ. കുത്ത നായയാണ്. അപ്പോൾ കളറ് കൊടുക്കുക. ഇവിടെ കുത്ത എന്ന് എഴുതാം. ഓക്കെ, അടുത്തത് ഹാത്തി ഹെ. അനക്ക് ഹാത്തി എന്നാണ് പറയാം. എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ, ഹാത്തി. അടുത്തത് ആരാ? ജംഗൽ കാ രാജ ഷേർ. ജംഗൽ കാ രാജ ഷേർ ആണ് അടുത്തത്. ഓക്കെ, ഇനിയോ ഗായ്. ഓക്കെ, അടുത്തത് ഊണ്ടാണ്. ഓക്കെ, ഊണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടകം. തൊട്ടടുത്തത് ബന്ദർ. എന്താണ്? ബന്ദർ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ. ഓക്കെ, അടുത്തത് ബൈൽ. ഓക്കെ, ബൈൽ എന്നാണ് പറയാം. അടുത്തതോ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണിത്? ബില്ലി അല്ലേ, ബില്ലിയാണിത്. അടുത്തത് ഇതെന്താണ്? കുറുക്കനാണ് അല്ലേ. കുറുക്കന് ഉറുദുവിൽ പറയാ ലോമടി എന്നാണ് പറയാ. ലോമടി കുറുക്കൻ. ഇതെന്താണ്? സറാഫ്. എന്താണ്? സറാഫാണ് ഇത്. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. പേരുകളൊക്കെ മനസ്സിലായി. ഇതിന് അനുയോജ്യമായ കളർ കൊടുക്കാനുള്ള, നിറം കൊടുക്കാനുള്ള, പേരെഴുതാനുള്ള പ്രവർത്തനമായിരുന്നു. എല്ലാവരും കൃത്യമായി എഴുതുക, നന്നായി നിറം കൊടുക്കുക. ഓക്കെ, അടുത്ത പ്രവർത്തനം पालतू जानवर और जंगली जानवरों के नाम अलग अलग खानों में लिखिए. വളർത്തുമൃഗങ്ങളുടെയും കാട്ടുമൃഗങ്ങളുടെയും പേരുകൾ വ്യത്യസ്ത കോളങ്ങളിലായി എഴുതുക എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഭാഗത്ത് നിങ്ങൾ എഴുതേണ്ടത് പാൽത്തു ജാൻവറിൻ്റെ പേരുകളാണ്. ഈ കോളത്തിൽ നിങ്ങൾ എഴുതേണ്ടത് ജംഗലി ജാൻവറിൻ്റെ പേരുകളാണ്. പാൽത്തു ജാൻവറും ജംഗലി ജാൻവറും നമ്മളിവിടെ പേരെഴുതി നിറം കൊടുത്തു കഴിഞ്ഞില്ലേ. ഇവയിൽ ഏതൊക്കെയാണ് പാൽത്തു ജാൻവർ എന്നുണ്ടെങ്കിൽ അത്
ഈ ഭാഗത്തും ജംഗലി ജാനുവർ അഥവാ കാട്ടിലെ മൃഗങ്ങളായിട്ടുള്ളവ ഈ ഭാഗത്തുമാണ് എഴുതേണ്ടത്. ഉദാഹരണം ഗായ്, നമ്മൾ പശുവിനെ നേരത്തെ പറഞ്ഞു, പശു ഒരു പാൽത്തു ജാനുവറാണ്. ഷേർ സിംഹം ജംഗലി ജാനുവറാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ വളർത്തുന്ന മൃഗങ്ങളെ ഈ ഭാഗത്തും ജംഗലി ജാനുവറിനെ ഈ ഭാഗത്തുമായിട്ട് എഴുതുക. ഓക്കെ, ക്ലിയർ അല്ലേ? അതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. ബക്കരി പാൽത്തു ആണ്, ഖർഗോഷ് പാൽത്തു ആണ്, കുത്ത പാൽത്തു ആണ്, ഗായ പാൽത്തു ജാനുവറാണ്, ബൈല് പാൽത്തു ജാനുവറാണ്, ബില്ലി പാൽത്തു ജാനുവറാണ് അല്ലേ. ബാക്കിയുള്ളവയൊക്കെ ജംഗലി ജാനുവറായി എഴുതാം. ഇനി ഇഷ്ടപ്പെട്ട മൃഗത്തെക്കുറിച്ച് വാക്യങ്ങൾ എഴുതുക എന്നതാണ്. ഇഷ്ടപ്പെട്ട മൃഗത്തെക്കുറിച്ച് വാക്യങ്ങൾ എഴുതുക. ഷേർ ഏക് ജംഗലി ജാൻവർ ഹെ. ഷേർ എന്ന് പറഞ്ഞാൽ സിംഹാണ് അല്ലേ. ഷേർ ഏക് ജംഗലി ജാൻവർ ഹെ, കാട്ടുമൃഗമാകുന്നു. ഷേറിനെ കുറിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 1, 2, 3, 4, 5 വരികൾ എഴുതണം. എന്തൊക്കെ നമുക്ക് എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഷേറിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്ത്? ജംഗൽ കാ രാജ എന്ന് പറഞ്ഞു അല്ലേ. ജംഗൽ കാ രാജ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് എഴുതിക്കൂടെ? ഷേർ ജംഗൽ കാ രാജ ഹേ. ഷേർ ജംഗൽ കാ രാജ ഹേ, കാട്ടിലെ രാജാവാണ് അല്ലേ. ജാൻവറുകളുടെ രാജാവാണ് ഷേർ. പിന്നെ ഷേർ നമ്മൾ എങ്ങനെ എഴുതാം? ചെറിയ മൃഗം, വലിയ മൃഗം അല്ലേ, പിന്നെ തടിയുള്ള മൃഗം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഷേറേക്ക് മോട്ടാ ജാൻവർ ഹെ. മോട്ട എന്ന് പറഞ്ഞാൽ തടിച്ചിട്ടുള്ള എന്നെഴുതാം. ബഡാ ജാൻവർ ഹെ, വലിയ മൃഗമാകുന്നു അല്ലേ. പിന്നെ സാധാരണ അത് നമ്മൾ ഖൂബ്സൂരത്ത് സംഗതി എങ്ങനെയാണെങ്കിലൊക്കെ एक खूबसूरत जानवर है അല്ലേ. നല്ല മനോഹരമായ ഒരു ജാൻവറാണ് ഷേർ അല്ലേ. ഓക്കെ, ഇതുപോലെ 4-5 വരികൾ എഴുതാണ് വേണ്ടത്. ഓക്കെ, ദൂത് കി തര എന്ന പാഠത്തിലെ മറ്റൊരു പ്രവർത്തനം കൂടി നമുക്ക് പരിശോധിക്കാം. नीचे चंद जानवर और परिंदों के नाम दिए गए हैं. താഴെ ചില പക്ഷികളുടെയും മൃഗങ്ങളുടെയും പേര് നൽകിയിട്ടുണ്ട്. आप हर एक जानवर और परिंदों की मुनासिब जोड़ के नाम चुनकर लिखिए. നിങ്ങൾ ഓരോ പരിന്തയുടെയും ജാൻവറിൻ്റെയും യോജിച്ചിട്ടുള്ള ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത് ഒരു ജാൻവർ ആയാലും ഒരു പക്ഷി ആയാലും അതിൻ്റെ മുസക്കറും മുഅന്നസും തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. മുസക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം. ലഡ്ക എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് ലഡ്കി എന്നത്. ലഡ്ക, ലഡ്കി. വളരെ സിമ്പിളായി ഉള്ള ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. മാ എന്നതിൻ്റെ പുല്ലിംഗമാണ് ബാപ്പ് എന്നത്. മാ, ബാപ്പ്. അബ്ബ, അമ്മി. അപ്പോൾ ഇതിലെ ജാൻവറിൻ്റെ പേരുകളാണ്, പരിന്തയുടെ പേരുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവയിൽ നിന്ന് അവയുടെ സ്ത്രീലിംഗവും പുല്ലിംഗവും കണ്ടെത്തി ജോഡിയാക്കി എഴുതുക എന്നതാണ്. ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഹാത്തി. ഹാത്തി എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് ഹത്തനി എന്നത്. ഹാത്തി എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് ഹത്തനി എന്നത്.
ഹാത്തി എന്നതിൻ്റെയും ഹത്തനി എന്നതിൻ്റെയും അർത്ഥം ആന എന്ന് തന്നെയാണ്. അപ്പം ഇതിൻ്റെ അവസാനം വന്നത് നീ എന്നതാണ് അല്ലേ? അവസാനം ഹത്തനി എന്നതിലെ അവസാനം വന്നത് നീ എന്നതാണ്. നീ എന്നത് അവസാനം വന്നാൽ അതെന്തായിരിക്കും? സ്ത്രീലിംഗമായിരിക്കും. സാധാരണഗതിയിൽ യാ അവസാനം വന്നാൽ തന്നെ അത് സ്ത്രീലിംഗമായിരിക്കും. പക്ഷെ ഇവിടെ ഹാത്തിയും ഹത്തനിയും വരുമ്പോൾ ഹാത്തി മുസക്കറും ഹത്തനി എന്നത് മുഅന്നസും സ്ത്രീലിംഗവുമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? സാധാരണഗതിയിൽ യാ മാത്രം വന്നാൽ തന്നെ എന്താണ്? അങ്ങനെയുള്ള പദങ്ങൾ മുഅന്നസാണ് വരിക. പക്ഷെ ഇവിടെ ഹാത്തി എന്നത് ഒരു പ്രത്യേക പദമാണ്. പാനി എന്നാൽ പാനി എന്നതിലെ അവസാനവും യാ ആണ്. പക്ഷെ അതെന്താണ്? മുസക്കറാണ്. ഹാത്തി എന്നത് അവസാന യാ ആണ്, പക്ഷെ മുസക്കറാണ്. ഹാത്തി എന്ന മുസക്കറിൻ്റെ മുഅന്നസാണ്, സ്ത്രീലിംഗമാണ് ഹത്തനി എന്നത്. ഇനി ഇതുപോലെ ഓരോന്നിൻ്റെയും മുസക്കറും മുഅന്നസും ഈ കോളത്തിൽ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഈ കള്ളിയിൽ എഴുതുകയാണ് വേണ്ടത്. മുസക്കർ എഴുതുക, മുഅന്നസ് എഴുതുക. മുസക്കർ മുഅന്നസ്, മുസക്കർ മുഅന്നസ്, ഈ രീതിയിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളാണ്. ഇപ്പം ഞാൻ ഒന്ന് പറഞ്ഞതുപോലെ തന്നെ നീ എന്ന് വന്നാൽ മുഅന്നസ് ആയിരിക്കും. യാ വന്നാലും എന്ത് തന്നെയാണ്? മുഅന്നസാണ്. ചില പദങ്ങൾ ഒഴിച്ച് യാ വന്നാൽ. ഓക്കെ, യാ അവസാനം വന്നാൽ മുഅന്നസാണ്. നീ എന്ന് വന്നാൽ മുഅന്നസാണ്. യാ എന്ന് വന്നാലും, വെറും അലിഫല്ല, യാ എന്ന് വന്നാൽ അത് മുഅന്നസായിരിക്കും. വെറും അലിഫ് വന്നാൽ മുസക്കറാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. വെറും അലിഫാണെങ്കിൽ അതെന്തായിരിക്കും? മുസക്കറായിരിക്കും. അതേസമയം അവസാനത്തെ രണ്ടക്ഷരങ്ങൾ യാ അലിഫ് വരികയാണെങ്കിൽ അത് സ്ത്രീലിംഗമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 2-3 പറയാം, ബാക്കി നിങ്ങൾ എഴുതും എന്ന് എനിക്കറിയാം. ഉഷാറായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് അല്ലേ? പിന്നെ ഇതിൽ നിന്ന് വ്യത്യാസമുള്ള ഒന്ന് പറഞ്ഞുതരാം. ഗായ്, ബൈല്, ഇത് രണ്ടും പുല്ലിംഗവും സ്ത്രീലിംഗവുമാണ്. അപ്പോൾ ഗായ് എന്ന് പറഞ്ഞാൽ പശുവാണ് അല്ലേ? പശു നമുക്ക് എന്ത് നൽകും? പാല് തരും അല്ലേ? ദൂത് ദേത്തി ഹെ, ദൂത് തരും. ദൂത് തരുന്നതൊക്കെ എന്തായിരിക്കും? മുഅന്നസായിരിക്കും. ദൂത് തരുന്നവയൊക്കെ മുഅന്നസായിരിക്കും. അപ്പോൾ ഗായ് ബൈല് എന്നതിൽ ഗായ് മുഅന്നസും ബൈല് എന്നത് മുസക്കറും ആണ്. അത് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവാത്തതാണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ഒരു 2-3 ഞാൻ പറഞ്ഞു തരാം. ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഞാനീ തന്ന ഇഷാരകൾ വെച്ചിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, ഒന്നാമത്തെ നോക്കാം. ബന്ദർ. ബന്ദർ എന്നതിൻ്റെ അവസാനം റാ ആണ്. ഞാനീ പറയപ്പെട്ട അടയാളങ്ങളൊന്നും ഇതിലില്ല. ഇനി ബന്ദർ എന്ന പേരുമായി ബന്ധപ്പെട്ട് എന്താണ്, ഏതാണ് ഇതിലുള്ളത് എന്നിങ്ങനെ തരിക. ബന്ദർ ഒന്ന് വായിക്കാതെ അല്ലേ? ബന്ദർ, ഊണ്ട്, ഷേർ, ഗായ്, ബക്കരി, ബില്ലി, കുത്ത, ബില്ല, ഷേർനി, മോർ, ബൈൽ, മുറ, ബൈൻസ, ഹാത്തി, മുർഗി, മോർനി, ഭൈൻസ്, ഹത്തനി, ഊണ്ടിനി, കുത്തിയ, ബക്കര, ബന്ദരിയ. ബന്ദർ, ബന്ദരിയ. ഇതിൻ്റെ അവസാനം യാ ആണ്. അപ്പോൾ ഇത് മുഅന്നസാണ്, ഇത് മുസക്കറാണ്. ബന്ദർ, ബന്ദരിയ. റെഡിയല്ലേ? ഇനി നോക്കൂ, ബില്ല. ബില്ല എന്നതിൻ്റെ അവസാനം അലിഫാണ്. അലിഫ് വന്നാൽ മുസക്കറായിരിക്കും. ബില്ല, ബില്ലി, ബില്ല, ബില്ലി, ബില്ല, ബില്ലി. അപ്പോൾ ഈ ബില്ല അതുപോലെ തന്നെ ഉള്ളെന്നാണ്. അപ്പോൾ അതാണ് ബില്ലി എന്നുള്ളത്. അതുകൊണ്ട് തിരയാൻ എളുപ്പമാണ്. മുർഗി, മുർഗി, മുർഗ. കണ്ടില്ലേ? മുർഗ. അപ്പോൾ ഈ മുർഗ എന്നത് ആണായിരിക്കും, മുർഗി എന്നുള്ളത് പെണ്ണായിരിക്കും. ഊണ്ട്,
ഊണ്ട് അവസാനം ഞാൻ ഈ പറയപ്പെട്ട അടയാളങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് മുസക്കറായിരിക്കും. ആണൈകാരം ഊണ്ട്. ഇവിടെ നോക്കൂ, ഊണ്ട് പോലെ ഊണ്ടിനി, ഊണ്ടിനി, അവസാനം നീ എന്നല്ലേ. അപ്പോൾ ഇത് മുസക്കർ, ഇത് മുഅന്നസ്. സിമ്പിളാണല്ലോ. ഷേർനി, അവസാനം നീ വന്നു, അപ്പോൾ ഇത് പെണ്ണായിരിക്കും. മോർനി, അവസാനം നീ വന്നു, അപ്പോൾ ഇത് പെണ്ണായിരിക്കും. ഈ രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇതിൽ ഒരുപോലെ കിട്ടാത്തത് ഗായ ബൈല് എന്നുള്ളതാണ്. ബൈല് മുദക്കറും, ബൈല് എന്നുള്ള മുസക്കറും, ഗായ എന്നത് മുഅന്നസുമാണ്. ബാക്കിയുള്ളവ നിങ്ങൾ ഇതുപോലെ കണ്ടെത്തി എഴുതുക. ഓക്കെ. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഈ ഭാഗത്തിൽ പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും നല്ലപോലെ മനസ്സിലാക്കി എഴുതുക. ഓക്കെ. ശുക്രിയ. ഖുദാ ഹാഫിസ്.